മുറിവൈദ്യനെ ആളെ കൊല്ലുന്ന പറയുന്ന ഒരു ഇതുണ്ടല്ലോ, കേൾക്കൂ. ശരി, ആ പറയും. അപ്പൊ നിങ്ങൾ ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിലും പഠിക്കണ്ടേ? എങ്ങനെ? അല്ല അതിലേക്ക് ചിന്തിക്കണം. അപ്പൊ പറഞ്ഞ മാതിരി പോകും ഒരു മുസ്ലിം എന്ന് പറഞ്ഞ നിലക്ക് ഒരു ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും പഠിക്കണ്ടേ? പഠിക്കണം. ഞാൻ അതിലേക്ക് പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ക്ലിയർ ആക്കിയിട്ട് പറയണം. അതിലേക്കല്ല ഞാൻ പോകുന്നത്. കേൾക്കൂ, അത് മനസ്സിലായി. ഞാൻ നിങ്ങൾ പറയുന്നതിലൊരു കഥകളെ കേട്ടിട്ട് ശരി നിഷ്കളങ്കരായ കുറെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇസ്ലാം ഇങ്ങനാണ് എന്നുള്ളൊരു മെസ്സേജ് പോകുന്നുണ്ട്. അത് ഭയങ്കര സങ്കടമാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഒന്നുകൂടി കേൾക്കുക. നിങ്ങൾ പറയുന്നതിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിൽ ഒരു സംഗതി ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിലും ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. ശരിയായിരിക്കാം എന്നല്ലല്ലോ, അങ്ങനെയല്ലേ? 100% ശരിയാണ്. അപ്പൊ നിങ്ങൾ ബോധമുള്ള മുസ്ലിമാണ്, അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറാവണം. അതിനെ നമ്മൾ തള്ളണം എന്നെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറാവണം. അതല്ലേ വേണ്ടത്? ഞാനൊന്ന് ചോദിക്കുന്നതിന് നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് കേൾക്കൂ ആദ്യം, എന്നിട്ട് നിങ്ങൾ അതിന് മാത്രം ഒന്ന് ഉത്തരം പറയൂ. നിങ്ങൾ ഇങ്ങനെ കാട് കയറി പോവാണ്. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഇതാണ്. ശരി, ഞാൻ പറയുന്നത് ഇതാണ്. നിങ്ങളുടെ പൊസിഷൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു. അത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്, നമ്മൾ തിരിച്ചറിയുന്നു. ഇങ്ങനെയുള്ള ആളുകൾ, മോഡറേറ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ വേണമെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നു. ഈ സമൂഹത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു മുസ്ലിമോഫോബിയ, അതുപോലെ മുസ്ലിങ്ങളോടുള്ള ഒരു ഭയം, ഇതൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നു. അതിനെതിരെ നിൽക്കണമെന്ന് നിങ്ങൾ പറയുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഇസ്ലാമിലെ കുഴപ്പങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള നിലയിലേക്കാണ് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത് തെറ്റാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കേൾക്കൂ. അത് ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചിട്ട് അത് മാറ്റിവെക്കണം എന്നാണ് നമ്മൾ പറയണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പഠിക്കണം, അത് കുറേ ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് അപ്പോൾ വീണ്ടും തിരുത്തുന്നത് എന്താണ്? നിങ്ങളൊരു സാധനം ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പഠിക്കണം. പഠിച്ചിട്ടല്ലേ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല, എന്നാൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ പഠനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുന്നു. അതൊരു ഇരട്ടത്താപ്പാണ്. അത് ചെയ്യരുത്. അപ്പൊ അത് ഇരട്ടത്താപ്പാണ്. ഓക്കെ, ഇല്ല എന്ന് പറയണമെങ്കിലും ഉണ്ട് എന്ന് പറയണമെങ്കിലും ആദ്യം പഠിക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പൊസിഷനും നിങ്ങളുടെ ഉദ്ദേശവും ഇന്റൻഷൻ, അതിന്റെ ഗോള്, ലക്ഷ്യം, ഇതൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ